അങ്ങനെ 5-ാം ദിവസം നേരം വെളുത്ത് ആദ്യത്തെ വല കയറുന്ന ഒരു കാഴ്ച കേട്ടാ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടരായത് തന്നെ മറക്കാതെ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ബീഞ്ചിലോട്ട് വയർ റോപ്പും കാര്യങ്ങളും എന്തേ കയറി വരെയാണ്. അപ്പോൾ ആദ്യത്തെ വലയിൽ എന്തൊക്കെ മീനാണെന്ന് നോക്കാട്ടോ. ദിവസം ഇന്ന് 5ആയി. അങ്ങനെ വീഞ്ചിൽ വയർ റോപ്പ് കയറണം. അപ്പോൾ കപ്പിൽ കൂടിയാണ് ഈ വയർ റോപ്പ് കയറണം കേട്ടോ. വയർ റോപ്പ് കയറി കഴിഞ്ഞാൽ ശേഷമാണ് റോപ്പ് കയറുക. അത് കഴിഞ്ഞാണ് വല വന്നെ കേട്ടാ. അങ്ങനെ വയർ റോപ്പ് കയറിയതേ കപ്പി കൂടി കയറുന്ന ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചു തന്നെ കേട്ടാ. വയർ റോപ്പ് എല്ലാം കയറി കഴിഞ്ഞ് പിന്നെ കയറുന്നൊരു ഇതാണ് നമ്മുടെ ബോർഡ് കേട്ടോ. അപ്പോൾ അതേ ബോർഡ് ഗ്യാലോസിൻ്റെ അവിടെ വലിച്ച് കെട്ടണം. അപ്പോൾ ഈ ഒരു ബോട്ട് എന്ന് പറഞ്ഞാൽ സൈഡ് ഗ്യാലോസ് ആണ്. അങ്ങനെ വലിച്ച് കെട്ടിയതിന് ശേഷം ബായിമാർ ചേർന്ന് ആ റോപ്പ് എടുക്കണം. ഈ റോപ്പിൻ്റെ അവിടെ ഒരു സി ഉണ്ട്. ആ ഇരുമ്പ് അമ്മി എന്ന് പറഞ്ഞ സംഭവം, അതിന് സി എന്ന് പറയും. അത് തമ്മിൽ റോപ്പിനെയും വയർ റോപ്പിനെയും തമ്മിൽ കണക്റ്റൊക്കെ ചെയ്യണതാണ്. അത് ഊരി വിട്ട് പിന്നീട് ഈ റോപ്പും വീഞ്ചി കൂടി കയറുന്ന ഒരു കാഴ്ചയാണ്. സെൻട്രൽ ഗ്യാലോസിൻ്റെ ബോട്ടൊക്കെ ആണെങ്കിൽ, അതായത് നമ്മുടെ അച്ഛൻ്റെ ബോട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ റോപ്പ് കൈക്ക് പിടിച്ച് കയറണം. പക്ഷേ ഇപ്പോൾ പുതിയ ബോട്ടുകൾ ഇറങ്ങുമ്പോൾ കാലം മാറുന്നതനുസരിച്ച് കോലം മാറുന്നൊക്കെ ഒരു പഴഞ്ചൊല്ല് പറയണമല്ല, പുതിയ പുതിയ ടെക്നോളജികൾ വരുന്നതുകൊണ്ട് റോപ്പും ഇപ്പോൾ നമുക്ക് വീഞ്ചി കൂടി കയറും. അങ്ങനെ വല പൊങ്ങിയൊരു കാഴ്ച കേട്ടാ. അങ്ങനെ നമ്മുടെ ചേട്ടന്മാരെല്ലാവരും കൂടി വല പിടിച്ച് കയറ്റേണ്ട. ഫ്ലോട്ടും കാര്യങ്ങളും റോപ്പൊക്കെ അതെ തെളിച്ച് വെച്ച് പിടിച്ചു നോക്കിയാണ്. തെളിച്ച് വെച്ചെന്ന് വെച്ചാൽ അതിന് ഒടക്കും കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ വല പിടിച്ചു വെച്ചാൽ നമുക്ക് വേഗം തന്നെ അടുത്ത വലയും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ വല പൊങ്ങി പയ്യെ പയ്യെ വന്നിട്ടുണ്ട്. അപ്പോൾ വലയുടെ റോപ്പും കാര്യങ്ങളൊക്കെ പിടിച്ച് കയറ്റാണ്, വേഗം വേഗം പിടിച്ച് കയറ്റാണ്. അങ്ങനെ ഏകദേശം നമ്മുടെ വലതെ മൊത്തത്തിൽ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. കയറി വരുമ്പോൾ കുറച്ച് മീനൊക്കെ കിട്ടി തുടങ്ങി. അതായത് ഉണ്ണിമേരി എന്ന് പറയുന്നത്, ഇതാണ് ആ ഉണ്ണിമേരി എന്ന് പറയുന്ന മീനുണ്ട്, ചുവന്ന കളറിൽ കിടക്കുകയാണ്. അപ്പോൾ അവനെയൊക്കെ കിട്ടി വലയിൽ. അപ്പോൾ അവനത് ജീവനോടെ തന്നെ കാണിക്കേണ്ട കണ്ട, ജീവനോടെ തന്നെ മീനുണ്ട്. അങ്ങനെ നമ്മുടെ ചരക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ചരക്ക് പൊട്ടിക്കണ വാഴ്ചയും കാര്യങ്ങളൊക്കെ കാണാട്ടാ. അങ്ങനെ ആദ്യത്തെ വലയിൽ കിട്ടിയ ചരക്ക് എന്ന് പറഞ്ഞാൽ ഞണ്ട്, കൊഞ്ച്, പാമ്പൊക്കെയാണ് കിട്ടിയത്. ഇതാണ് പാറക്കൊഞ്ച്. അതുപോലെ പെട്ടി ഞണ്ടൊക്കെ ഉണ്ട്. കൂടുതലും നമ്മൾ ഈ ഒരു ഞണ്ടിനെ ഉപയോഗിക്കൂല, ഈ ചുവന്ന കളറിലെ കുഞ്ഞൻ ഞണ്ടിട്ടാ. ഈ ഒരു ഞണ്ടിനെ നമുക്ക് അറിയിക്കൂല. ഇതിനെ പെട്ടി ഞണ്ട് എന്നാണ്, പല നാട്ടിലും പല പേരാണ്. പിന്നെ ഈലുണ്ട്, പിന്നെ അരണ മത്സ്യം അഥവാ ഉലുവാച്ചി എന്നൊക്കെ പറയും. ആ ഒരു മീനും ഈലും എല്ലാം കൂടിയൊക്കെ മിക്സ് ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം കൂടി കിട്ടിയേക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് നല്ല മീനുകളെ, നമുക്ക് ആവശ്യമായിട്ടുള്ള മീനുകളെ തരം തിരിച്ചെടുക്കണം, അതായത് തിരിഞ്ഞെടുക്കണം. പിന്നെ ആ ഒരു പ്രക്രിയയാണ് ഇനി ബോട്ടിൽ നിങ്ങൾ കാണാൻ പോകണം കേട്ടോ. വേഗം തന്നെ ബോക്സിലോട്ട് ഞണ്ടും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കും. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടൊരു മീന്, ഇത് ആഴക്കടലിലൊക്കെ കൂടുതലായിട്ട് കാണും. കടലിൻ്റെ അടുത്ത് പതിഞ്ഞിരിക്കുന്ന ഒരു മീനാണ്. ഇതിൻ്റെ പുറന്തോളൊക്കെ നിറച്ച് മുള്ളാണ്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് കടലിലോട്ട് തന്നെ കളയാണ്. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് മീനുകളെല്ലാം നമ്മൾ തിരിഞ്ഞ് മാറ്റി ബോക്സിലോട്ടൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ ഞണ്ടെല്ലാം കടലിലോട്ട് കളഞ്ഞപ്പോൾ ആദ്യത്തെ ഒരു ബോക്സിൽ കുറച്ച് നീരാളിയും കുറച്ച് കിളിമീനും കുറച്ച് ഉണ്ണിമേരിയും അങ്ങനെ കുറച്ച് മീനുകളൊക്കെ ഉള്ളു കേട്ടോ. ബാക്കി മൊത്തം ഞണ്ടും പാമ്പൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ നേരെ കടലിലോട്ട് തന്നെ കളഞ്ഞ് ബാക്കിയുള്ള മീനുകളൊക്കെ നല്ല രീതിയിൽ നമ്മൾ ബോക്സിൽ ശരിക്കും വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുന്ന ഒരു കാഴ്ചയായിട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നല്ലപോലെ കഴുകിയ മീനെ നേരെ ഐസ് ചെയ്യാൻ വേണ്ടി സ്റ്റോറിലോട്ട് വള്ളി കെട്ടി ബോക്സിൽ മീൻ ഇറക്കണ ഒരു കാഴ്ച കേട്ടോ. അപ്പോൾ ഇതാണ് സ്റ്റോർ റൂം. ഇവിടെ ഐസും കാര്യങ്ങളും പൊട്ടിക്കുന്നുണ്ട്. ദിവസം 5ആയപ്പോൾ അതിനനുസരിച്ച് ഐസും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഐസെല്ലാം കൊട്ടയിലോട്ട് ആക്കി വെച്ചേക്കാണ്. ഇനി മീനിലോട്ട് ഇടാൻ വേണ്ടിയാണ്. മീനുകളെല്ലാം കള്ളിയിലാക്കി ഇങ്ങനെ തരം തിരിച്ചിട്ടിട്ടുണ്ട്. സ്റ്റോറിലാണെങ്കിൽ 4, 5, 6 പേരോളം സ്റ്റോറിൽ ഇറങ്ങും കേട്ടോ. അപ്പോൾ ഈ ബായിയാണ് മീനിലൊക്കെ ഐസും കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടൊക്കെ ഇടുന്നത്. ഇവിടെ നെയ്മീനും അതുപോലെ കുറച്ച് കറുപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പുറത്തെ
ഉലുവാച്ചി, അങ്ങനെ ഓരോ മീനുകളെ തരം തിരിച്ചാണ് ഐസും കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഇനി ഇങ്ങാട് വരുമ്പോൾ 2 തെരണ്ടിയും ഉടുപ്പൂരിയും പിന്നെ കുറച്ച് കിളിമീനൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് ഉച്ചക്കലത്തൊക്കെ ഉള്ള കറിക്ക് കൂന്തൽ ഇന്നലെ പിടിച്ച് കിട്ടിയ കൂന്തലുണ്ട്. അതിൽ നിന്ന് കുറച്ച് നല്ലത് നോക്കി ഇതിലൂടെ നല്ല കൂന്തൽ നോക്കിയത് കലത്തിലോട്ട് മാറ്റേണ്ട. അപ്പോൾ അത്യാവശ്യത്തിൽ കൂടുതൽ കൂന്തലൊക്കെ എടുക്കുന്നുണ്ട്. ബോട്ടിലാകുമ്പോൾ കുറേ കൂന്തലും കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല കലം നിറച്ചതേ വലിയ വലിയ കൂന്തൽ നോക്കിയെടുക്കുകയാണ്. പിന്നെ നീരാളി കാര്യങ്ങളൊക്കെ ബോക്സിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അടുത്ത വല പിടിക്കുമ്പോൾ നമ്മൾ നീരാളിയൊക്കെ ഐസ് ചെയ്യും. അങ്ങനെ കിട്ടിയ കൂന്തൽ ബായ് കലത്തിലാക്കിയിട്ട് നേരെ മുകളിലോട്ട് കയറ്റി വിടാൻ വേണ്ടി പോവേണ്ട. കൂന്തലെല്ലാം മേലോട്ട് കൊടുത്തിന് കള്ളിയിലോട്ട് തരം തിരിച്ചിട്ടേക്കണ മീനുകളിൽ ഐസൊന്നും ഇല്ലെങ്കിൽ പോരാത്ത ഐസും കാര്യങ്ങളൊക്കെ കൊട്ടയിലെടുത്തിട്ട് തട്ടി തട്ടി മീനിലോട്ടൊക്കെ ഇട്ട് കൊടുക്കേണ്ട. സ്റ്റോറിൽ നിന്ന് മേലോട്ട് കയറുന്നപ്പോൾ ഇവിടെ നമ്മുടെ ഭായിമാർ 2 പേരും കൂടി ചേർന്ന് കൂന്തൽ നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കുകയാണ്. അതിൻ്റെ കണ്ണും മഷിയും കാര്യങ്ങളൊക്കെ കളഞ്ഞത് തൊലിയൊക്കെ കളഞ്ഞ വലുതാക്കി കൂന്തൽ കലത്തിലോട്ട് ഇടുന്ന ഒരു കാഴ്ചയാണ്. ഇനി ഈ വെട്ടി ക്ലീനാക്കിയ കൂന്തൽ കറി വെക്കണത് നമ്മുടെ സഞ്ജയ് ഭായി ആണ്. സഞ്ജയ് ഭായി എന്ന് പറഞ്ഞാൽ ഇതാണ് ആളിവിടെ അരിയും കാര്യങ്ങളും കഴുകുകയാണ്. ഉച്ചക്കാലത്തെ ചോറിന് വേണ്ടി കുക്കറിലാണ് നമ്മൾ അരിയൊക്കെ ഇടുന്നത് കേട്ടോ. നല്ല രീതിയിൽ വെള്ളമൊക്കെ കളഞ്ഞ് 2-3 പ്രാവശ്യം അരി നല്ലപോലെ കഴുകി എടുക്കുന്ന ഒരു കാഴ്ചയാണ്. ആളാണ് നമുക്ക് കൂന്തലേറിയും അതുപോലെ തന്നെ ഉച്ചക്കാലത്തെ ആയാലും വൈകുന്നേരത്തെ ആയാലും കറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം കേട്ടോ. ആളുടെ സ്ഥലം കൊൽക്കത്തയാണ് കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ വെള്ളം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല വെള്ളം എടുക്കുകയുള്ളൂ. ആദ്യം നിങ്ങൾ പൈപ്പിൽ നിന്ന് എടുക്കണമല്ലോ ഓസ് ചെയ്ത്, അത് ഉപ്പുവെള്ളമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ല വെള്ളത്തിൽ അരി കഴുകും കേട്ടോ. ഇതാണ് നമ്മുടെ അടുക്കളയും കാര്യങ്ങളൊക്കെ വന്നേട്ടാ. അങ്ങനെ വായതേ കുക്കറൊക്കെ നേരെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി കത്തിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു അടുക്കളയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു 2-3 പേർക്കൊക്കെ അങ്ങാടും ഇങ്ങാടൊക്കെ നീങ്ങാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ഒരു സമയം ഇവിടെ നമ്മുടെ ഭായിമാരുടെ കൂന്തൽ ഏകദേശം നന്നാക്കി ക്ലീൻ ചെയ്ത് തലയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാണ്. ഒരു ഭായി ഇപ്പോൾ കൂന്തൽ നന്നാക്കുമ്പോൾ മറ്റേ ഭായി അവിടെ അരിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. അതാണ് ആ കൂന്തലിൻ്റെ മഷിയും കാര്യങ്ങളും കേട്ടോ. മഷിയൊക്കെ കൃത്യമായിട്ട് വേണം കളഞ്ഞിട്ട് വേണം കറിയും കാര്യങ്ങളൊക്കെ വെക്കാൻ, അല്ലെങ്കിൽ കറി കുളമായി പോകും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ആൾ കാണിച്ചു തരണം. കണ്ണിൻ്റെ അവിടുത്തെ മഷിയും അതുപോലെ വായിൻ്റെ ഭാഗവും അതൊക്കെ വേസ്റ്റാണെന്ന് കൃത്യമായിട്ട് കിള്ളി കാണിച്ചു തരേണ്ട. അപ്പോൾ ഇവർ കൂന്തലൊക്കെ നന്നാക്കണത് നമ്മളെ പോലെ കത്തി ഉപയോഗിച്ചല്ല കൈ ഉപയോഗിച്ചാണ് നന്നാക്കണത്. പിന്നെ അരിയണത് നല്ല ഭംഗിയിൽ വട്ടത്തിൽ വേഗം അരിഞ്ഞെടുക്കുകയാണ് കൂന്തലട്ടാ. കൂന്തൽ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കഞ്ഞി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുക്കർ 2-3 പ്രാവശ്യം വിസലങ്ങാണ്ട് അടിച്ചപ്പോൾ ബായി വേഗം വന്ന് കുക്കർ താഴോട്ട് ഇറക്കി വെച്ചിട്ടാ. ഇനി കൂന്തലിൻ്റെ പരിപാടിയാണ് നോക്കാൻ പോണത്. അപ്പോൾ കുക്കർ നല്ലപോലെ വിസൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അതായത് കഞ്ഞിയും കാര്യങ്ങളൊക്കെ ഊറ്റണത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ അതിൻ്റെ വിസലും കാര്യങ്ങളൊക്കെ വെള്ളം ഒഴിച്ച് തണുപ്പിച്ച് കളഞ്ഞ് റെഡിയാക്കിയിരിക്കുന്ന ഒരു കാഴ്ച കേട്ടോ. അങ്ങനെ നമ്മുടെ ബായ് ഇവിടെ കഞ്ഞി ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ ബായ് കഞ്ഞി ഊറ്റുമ്പോൾ അടുത്ത ആൾ ഇവിടെ കൂന്തൽ കഴുകേണ്ട നല്ലപോലെ ക്ലീൻ ചെയ്ത് നമ്മുടെ കൂന്തലത് തലഭാഗം മാത്രമായിട്ട് ശരിക്കും കഴുകുകയാണ്. ബാക്കിയുള്ള കുറച്ച് ഭാഗം കൂടെ ഉണ്ട്, അതിവിടെ അരിഞ്ഞ് തീർന്നിട്ടില്ല. അത് നമ്മുടെ കൃഷ്ണ എന്നാണ് ബായുടെ പേര്. ബായ് ഇവിടെ വേഗം അരിഞ്ഞ് തീർക്കാൻ നോക്കേണ്ട. അങ്ങനെ അതും കൂടി അരിഞ്ഞ് തീർന്നാൽ നമ്മുടെ കൂന്തലിൻ്റെ പരിപാടി കഴിഞ്ഞ് പിന്നെ നേരെ കൂന്തൽ അങ്ങോട്ട് കറി വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം റെഡിയാക്കി കൂന്തൽ അരിഞ്ഞ് റെഡിയാക്കണ ഒരു കാഴ്ചയാണ്. ഇനി അരിഞ്ഞ കൂന്തൽ ഇനി നല്ലപോലെ വെള്ളത്തിൽ കഴുകണം. ഇത്രയും കൂന്തൽ നമ്മൾ മൊത്തമായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ കഴുകണം. ബാക്കി വന്ന വേസ്റ്റും കാര്യങ്ങളും കാലത്തിലോട്ട് മാറ്റും. പിന്നെ കൂന്തലും മീനിൻ്റെ ഒക്കെ വേസ്റ്റൊക്കെ നമ്മൾ നേരെ കടലിലോട്ട് തന്നെ കളയോളൂ കേട്ടോ.
കൂന്തൽ വെട്ടിയ ഭാവമൊക്കെ നല്ല ഓസൊക്കെ എടുത്ത് നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി മാറ്റി. ഇനി കൂന്തൽ നല്ലപോലെ വെള്ളത്തിൽ ബോക്സിലോട്ടൊക്കെ ഇട്ട് കഴുകി എടുക്കുന്ന ഒരു കാഴ്ചയാണ്. ആദ്യം നമ്മൾ നല്ലപോലെ ഉപ്പുവെള്ളത്തിൽ കഴുകും. ഉപ്പുവെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമ്മൾ നൻവെള്ളം ഒഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ നേരത്തെ നല്ലപോലെ കഴുകിയെടുത്ത കൂന്തലൂട്ടന്മാരുണ്ട്, തല ഭാഗം മാത്രം. അതിവിടെ പൊരിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി വെളിച്ചെണ്ണ, മുളക് പൊടി, അങ്ങനെയുള്ള പൊടിക്കൂട്ട് കാര്യങ്ങളൊക്കെ ചേർത്ത് ബായ് ഇവിടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോവേണ്ട. കൂന്തൽ നോർത്ത് ഇന്ത്യ സ്റ്റൈലിലാണ് കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കലം വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പരിപാടി തുടങ്ങാൻ വേണ്ടി പോവേണ്ട. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂന്തലൂട്ടന്മാരെ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിട്ടാണ് പൊരിച്ചെടുക്കേണ്ട. തലഭാഗം മാത്രമാണ് എടുക്കണത്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കൂന്തൽ കറി വെക്കാൻ വേണ്ടി. അതിന് വേണ്ടി സവാളയും അതുപോലെ പച്ചമുളകും കാര്യങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞ് നേരത്തെ റെഡിയാക്കി നമ്മുടെ ബായി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് പുറത്തോട്ട് പോയപ്പോൾ ബായിതേ ഇവിടെ കലമൊക്കെ വെച്ച് സവാളയും പച്ചമുളകും വെളിച്ചെണ്ണയൊക്കെ വെച്ച് പരിപാടി തുടങ്ങി. കൂന്തൽ സംഭവം നമ്മുടെ തല റെഡി ആയിട്ടുണ്ട്. അവിടെ താഴെ കലം ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കൊല്ലമുളക് അല്ലെങ്കിൽ മറ്റേ ചുവന്ന മുളക് എന്നൊക്കെ പറയും, വറ്റൽ മുളക്, അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് കറിതേ ഉഷാറാക്കിയതേ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് വഴറ്റി എടുക്കുകയാണ്. ഇതിനകത്തോട്ട് ഇനി കുറച്ച് തക്കാളിക്കുട്ടന്മാരെ കൂടി ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടി തക്കാളിക്കുട്ടന്മാരെ കൂടെ അരിഞ്ഞ് റെഡിയാക്കുകയാണ്. ഇനിയുള്ളത് ഒരു കിടിലൻ കൂന്തലേറിയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം കേട്ടോ. അങ്ങനെ സവാളയും തക്കാളിയൊക്കെ നല്ലതുപോലെ വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കഴുകി വെച്ച കൂന്തൽ ഇട്ട് കൊടുക്കാനുള്ള അടുത്ത പരിപാടി കേട്ടാ. അപ്പം ശരിക്കും വാടിയെന്ന് മനസ്സിലായപ്പോൾ ബായി നേരെ അവിടെ കയ്യിലും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ താഴെ കഴുകി വെച്ചേക്കണ കൂന്തലൂട്ടന്മാരുണ്ട്. നല്ല റൗണ്ടിൽ റിങ് പോലെ വട്ടത്തിലാണ് അരിഞ്ഞു വെച്ചേട്ടാ. അപ്പോൾ അവന്മാരെ നേരെ ആ കലത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, അങ്ങനെയുള്ള പൊടിക്കൂട്ടും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ശരിക്കും അടുക്കി പിടിക്കാതെ ഇളക്കി നമ്മുടെ കൂന്തൽ കുട്ടന്മാരെ റെഡിയാക്കി എടുക്കുന്ന ഒരു കാഴ്ച കേട്ടാ. കൂന്തലുട്ടന്മാർ പയ്യെ റെഡിയായി വരുന്ന സമയം നമ്മുടെ രണ്ടാമത്തെ വല കടലിലേക്ക് കിടക്കേണ്ട. ഇനി ഇതൊക്കെ ഒന്ന് റെഡിയായി കഴിയുമ്പോൾ ഏകദേശം ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ
ആ വല പിടിച്ചേറ്റോട്ടാ. അങ്ങനെ പയ്യെ ആവിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ലൊരു മണം ഇങ്ങനെ മൂക്കിലോട്ട് അടിച്ച് കയറണ്ട. ആ കൂന്തലേറെ പ്രത്യേക ഒരു മണമുണ്ട്. അതിങ്ങനെ പയ്യെ കയറുണ്ട്. അപ്പം രണ്ട് ഭായിമാർ ഒരു വലിയ കൂന്തൽ ഇട്ടിട്ടുണ്ടായിരുന്നു നന്നാക്കി. അപ്പോൾ അത് അവരുടെ ഒരു കൂന്തലാണ്, അവർക്ക് ഫുള്ളായിട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മുടെ സഞ്ജയ് ഭായി ഫുള്ളായിട്ട് ഇട്ട് വെച്ചിട്ട് മുക്കി വെച്ചേക്കണം. അങ്ങനെ മൂടി വെച്ച് അങ്ങോട്ട് വേവിക്കാൻ പോവുകയാണ്. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നേരെ ചോറ് എടുക്കാമെന്ന് വെച്ച് കൂന്തൽ കറിയും കൂട്ടി പിടിക്കാനായിട്ട്. അപ്പം അതിന് വേണ്ടിയതേ നമ്മുടെ കയ്യിലൊക്കെ എടുത്ത് നേരെ പ്ലേറ്റിലോട്ട് ഞാൻ ചോറ് എടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് വെള്ളമൊക്കെ പോയി ചോറ് നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ഉണ്ട്. അങ്ങനെ എല്ലാവരും ഉച്ച സമയത്ത് ചോറ് കഴിക്കാൻ വേണ്ടി പ്ലേറ്റൊക്കെ ആയിട്ട് നേരെ അടുക്കളയിലോട്ട് പോവുകയാണ്. ചോറ് എടുത്തുകൊണ്ട് അടുക്കളയിലോട്ട് പോവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവർക്കും കറിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഓരോരുത്തരുടെ ഭക്ഷണം കഴിച്ച് തുടങ്ങി. അവരെല്ലാവരും ഓരോ പ്ലേറ്റിലും കൂന്തൽ വറുത്തതും കൂന്തൽ കറിയൊക്കെ എടുത്ത് ഭായിമാരൊക്കെ സൈഡിലൊക്കെ ഇരുന്ന് കഴിച്ചു തുടങ്ങിയിട്ട് അണ്ണന്മാരുണ്ട് ഭായിമാരുണ്ട്. നമ്മൾ ലാസ്റ്റാണ് കറിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോണത്. അപ്പോൾ ഇവിടെ എല്ലാവരും അതിരുന്ന് കഴിക്കണത് വീഞ്ചിൻ്റെ തൊട്ടടുത്തുള്ള ഇഞ്ചംപെട്ടി എന്ന് പറയാം അതിന്. അവിടെ ഇരുന്നാണ് കഴിക്കണം. നമ്മൾ നേരെ അണിയത്തോട്ട് വന്ന് അണിയത്ത് മാറി അവിടെ വലയും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് എഴുതി. പിന്നെ മഴക്കാരും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വേറെ വെയിലൊന്നുമില്ല, നല്ല കാറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ കൂന്തൽ വറുത്തതും കൂന്തൽ കറിയും കൂടി ആ ചോറിൻ്റെ കൂടെ കുഴച്ചൊക്കെ ഇരുന്ന് അങ്ങോട്ട് കഴിക്കണം. നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ഉണ്ടാകും. കടലിലിരുന്ന് ഈ ഒരു വൈബിൽ നിന്ന് കഴിക്കുമ്പോൾ വേറെ ലെവലാണ്. അപ്പോൾ ഒത്തിരി ഇഷ്ടമായി കൂന്തൽ കറിയൊക്കെ. അതും നോർത്ത് ഇന്ത്യക്കാരുടെ സ്റ്റൈലിലാണ് കറിയൊക്കെ വെക്കണത്. കാരണം റിങ് പോലെ ഇരിക്കണം കൂന്തലൂട്ടം കണ്ട. അത് നല്ല വായിലോട്ട് ഇങ്ങനെ വെച്ച് അങ്ങോട്ട് കടിച്ച് ചവച്ചങ്ങോട്ട് അരച്ചങ്ങോട്ട് കഴിക്കും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ചോറിറ്റേ കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ വല കയറാൻ പോണൊരു കാഴ്ച കേട്ടോ. അപ്പോൾ ഈ ഒരു വലയൊക്കെ ഇട്ടുന്ന മീനും കാര്യങ്ങളൊക്കെ വഴിയെ നിങ്ങൾ കണ്ടോട്ടാ. അതുപോലെ തന്നെ കാലത്തെ വല കയറിയ പോലെ നമ്മുടെ രണ്ടാമത്തെ വല ഉച്ചക്കലത്തെ വലയും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് കയറി. വയർ റോപ്പും അതുപോലെ റോപ്പും കാര്യങ്ങളൊക്കെ കപ്പിയിൽ കയറുന്ന ഒരു കാഴ്ചയാണ്. ഇതെല്ലാം കയറി ഇനി വല എത്തി അണ്ണന്മാരെല്ലാവരും കൂടി വലയും കാര്യങ്ങളൊക്കെ പിടിക്കണം. അപ്പോൾ ഈ വലയിൽ എന്തൊക്കെ കിട്ടണം നോക്കാം. വല കയറി വരുന്ന സമയത്ത് തന്നെ ഒരു പെട്ടി ഞണ്ട്, അത്യാവശ്യം നല്ല വലിയ ഞണ്ട്, അതും ജീവനുണ്ട്. ആള് ചത്തതൊന്നുമില്ല, കാണാൻ നല്ല വലിയ ഞണ്ടാണ് കണ്ട, ചാവാത്ത ഞണ്ട്. അപ്പോൾ ഇവനെ നല്ല അടിപൊളി ചുവന്ന കുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവനെ ഭായിയുടെ കൈക്കൂടെ ഒരു കടിയും കൊടുത്തപ്പോൾ അവൻ അങ്ങോട്ട് താഴത്തോട്ടിട്ട് അങ്ങനെ വല കുടഞ്ഞു പിടിക്കാൻ കേട്ടോ. വലയിലാണെങ്കിൽ കുറച്ച് മീനൊക്കെ ഉണ്ട്. പിന്നെ വീഡിയോ കാണുന്ന കൂട്ടർ എന്തായാലും അവസാനം വരെ കാണാം. വലയിലൊരു വലിയൊരു കടൽപ്പാമ്പിനെ കിട്ടി, നല്ല വിഷമുള്ള കടൽപ്പാമ്പാണ്. അപ്പോൾ അതിനെ കൊമ്പ ഇങ്ങനെ എടുത്ത് നേരെ വെള്ളത്തിലുള്ള ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ ചരക്ക് പൊട്ടിയപ്പോൾ കൂടുതലും ഞണ്ടേനാണ്. അല്ലെങ്കിൽ വലിയൊരു കോലാമീനെ കിട്ടിയപ്പോൾ അത് അണ്ണൻ നമ്മെ പൊക്കി പിടിച്ചേക്കണ്ട. ഇതാണ് കോലാൻ. കോലാൻ കടലിൽ പല രീതിയിലൊക്കെ ഉണ്ട് കേട്ടോ. പല കോലാനുണ്ട്, പല പല ഇനം കോലാനൊക്കെ ഉണ്ട്. അതുപോലെ സ്രാഗ്,
ഇതൊരു കുഞ്ഞ് സ്രാവാണ്, നമ്മുടെ തെൻകടലാണ് പിടിച്ചേക്കണത്. അതുപോലെ നോക്കിയപ്പോൾ ഇതേ ഒരു കടൽപ്പാമ്പിനെ കിട്ടി, നല്ല വിഷമുള്ള കടൽപ്പാമ്പാണ്. അപ്പോൾ അതേ പയ്യെ പയ്യെ ഞാൻ തോടി എടുക്കുന്ന ഒരു കാഴ്ചയാണ്. കടൽപ്പാമ്പ് ഇതുവരെ എന്നെ കടിച്ചിട്ടില്ല. അതുപോലെ തന്നെ കടൽപ്പാമ്പിനെ വെച്ചുകൊണ്ട് ഞാൻ വലിയ അഭ്യാസമൊന്നും കളിക്കാറില്ല കേട്ടോ. ചെറിയൊരു അപകടവും കാര്യങ്ങളൊക്കെ ഉള്ളത് മുതലായതുകൊണ്ട് ഞാൻ പയ്യെ വാലിങ്ങനെ പൊക്കിയെടുക്കുക. ആളാണെങ്കിൽ ജീവനുണ്ട്, ഇത് നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഇവനെ നേരെ പൊക്കി നമുക്ക് കടലിലോട്ട് കളയാം. അങ്ങനെ രണ്ടാമത് കിട്ടിയ വലയിലെ ചരക്ക് എന്ന് പറഞ്ഞാൽ കൂടുതലും ഞണ്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇനി മീനെയും കാര്യങ്ങളൊക്കെ തരം തിരിച്ച് മാറ്റണം, അതായത് തിരിഞ്ഞ് മാറണം. അപ്പോൾ എല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന് പയ്യെ പയ്യെ തിരിഞ്ഞ് അത് ബോക്സിലോട്ടാക്കും. കണവിടേണ്ട ബോക്സ് കണവാക്കും, നീരാളിയുടെ നീരാളി, മീനിടേണ്ട മീൻ, അങ്ങനെ പല രീതിക്കായിട്ട് തിരിഞ്ഞ് ഓരോ ബോക്സിലോട്ടും മാറ്റിയിടും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ബോക്സ് അടുപ്പിച്ച് വെച്ചേക്കേണ്ട. അപ്പോൾ ഈ ചുവന്ന ഞണ്ടൊക്കെ വീണ്ടും നമ്മൾ കടലിലോട്ട് തന്നെ തട്ടിക്കളയോട്ടോ. അത് ഇത്രയും ബോക്സിലോട്ട് കിട്ടുന്നത് ചുരുക്കം കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം അതിനുള്ള മീനുള്ളൂ. അപ്പോൾ ഇതാണ് ഉലുവാച്ചിൻ്റെ മീൻ. വായിനുള്ളിൽ കുഞ്ഞൊരു മീനൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞ് ചില സമയത്ത് അതിൻ്റെ വായിനുള്ളിൽ പാമ്പിൻ്റെ ചെറിയ കുഞ്ഞു പാമ്പുകൾ ഈലൊക്കെ കയറി ഇരിപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ അടുത്തൊരു വീഡിയോ വൈറലായിരുന്നു, ഈ ഒരു മീനിൻ്റെ വായിലൊരു പാമ്പിനെ കിട്ടിയെന്ന് പറയുന്നത്. പാമ്പായിരുന്നില്ല, അതൊരു ഈലായിരുന്നു. അങ്ങനെ ഓരോ മീനും ഇട്ട് ബാക്കി വേസ്റ്റും കാര്യങ്ങളും നമ്മൾ കടലിലോട്ട് കളയുമ്പോൾ കടൽക്കാക്ക അഥവാ കൂളുകാക്ക എന്ന് പറയുന്നത് ഈ ഒരു മുതൽ യുവന്മാരെ കൊണ്ട് വലിയ ശല്യമാണ്. കടലിൽ വന്നു കഴിഞ്ഞാൽ യുവന്മാർ തലയിൽ തന്നെ കാഷ്ടിച്ചിടും. യുവന്മാരുടെ ആ മീനിൻ്റെ വേസ്റ്റും പൊടിയൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മുടെ ബോട്ടിൻ്റെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സ്രാവ്, കുട്ടി സ്രാവാണ് കേട്ടോ. അത് വള്ളി സ്രാവ് എന്ന് പറയുള്ളൂ. ഈ ഒരു ഇനം സ്രാവുകളിൽ പല ഇനം സ്രാവുകളുണ്ട്. അതിൽ ഈ ഒരു ഇനം എന്ന് വെച്ചാൽ ഇത്രയൊക്കെ തന്നെ വളരുള്ളൂ. അതിനെ വള്ളി സ്രാവ് എന്നാണ് പൊതുവേ ഈ ഒരു സ്രാവിനെ പറയണ കേട്ടോ. Poke. Tuke. അങ്ങനെ തിരിഞ്ഞു മാറ്റിയ മീനെല്ലാം പതിവ് പോലെ തന്നെ നമ്മൾ കടൽ വെള്ളത്തിൽ നല്ല രീതിയിൽ ഓക്സ് നല്ല പവറിലടിച്ച് വെള്ളം വരണ്ട, അതുകൊണ്ട് നല്ലപോലെ കുലുക്കി കഴുകി ക്ലീൻ ചെയ്ത് നമ്മൾ നേരെ സ്റ്റോറിലോട്ട് ഇറക്കോട്ടെ. അപ്പം ഇതിനകത്ത് ഇത്തിരി സ്രാവും കോലാനും ഒക്കെയാണ് വെറൈറ്റി ആയിട്ട് കിട്ടിയെന്ന് പറയാനുള്ള. പിന്നെ ഉണ്ണിമേരിയൊക്കെ ഉണ്ട്. ഉണ്ണിമേരിയൊക്കെ ബോക്സിൽ നിറച്ച് വരുമ്പോൾ നമ്മൾ മറിച്ചടിച്ച് കഴുകോട്ടെ. അപ്പം നല്ല ശരിക്കും അതിൻ്റെ ചെളിയും കാര്യങ്ങളൊക്കെ പോകുള്ളൂ. എന്നിട്ട് നേരെ കുളത്തിന് വലിച്ച് നമ്മൾ നേരെ സ്റ്റോറിലോട്ട് അങ്ങോട്ട് ഇറക്കോട്ടെ. സ്റ്റോറിൽ ഇറങ്ങിയപ്പോഴാണ് നമുക്ക് നേരത്തെ കിട്ടിയ വള്ളി സ്രാവ് ഉണ്ട്. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ഒരു ബോക്സിലോട്ടാക്കി ഐസ് ചെയ്യണം. കാരണം ഇത് കുറച്ച് കിട്ടുമ്പോൾ നമ്മൾ ബോക്സിലായിട്ട് ഐസ് ചെയ്യും, കൂടുതൽ കിട്ടുമ്പോൾ നമ്മൾ കള്ളിയിലോട്ടൊക്കെ മാറ്റുള്ളൂ. അപ്പോൾ ഈ ഐസ് പൊട്ടിക്കണതാണ് നമ്മുടെ റോക്കി ബോയ്. ആൾ നല്ല കൽപ്പണിക്കൊക്കെ പോയിരുന്നുകൊണ്ട് ആൾ നല്ല അടിപൊളിയായിട്ട് ഐസൊക്കെ പൊട്ടിക്കോട്ടാ. അപ്പോൾ ഓരോ കള്ളിയിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ മീനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കള്ളിയിൽ അടിക്കുള്ളൂ. ഉണ്ണിമേരി കൂടുതലുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു കള്ളി എടുത്ത് അതിനകത്ത് അടിച്ചിട്ടിട്ടുണ്ട്. അതിന് ഐസും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഉണ്ണിമേരിയിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മറ്റ് മീനുകൾക്കെല്ലാം ഐസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോരാന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഐസൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഓരോ കള്ളികൾ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഐസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ കണവക്കുട്ടന്മാർ എപ്പോഴും ഇതുപോലെ മഷിയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുള്ളൂ. പക്ഷേ യുവമാർക്ക് നല്ല ഡിമാൻഡാണ്. അതുപോലെ പുറത്തോട്ടൊക്കെ പോകട്ടെ ആൾ. യുവമാരെ നല്ല തട്ടുവലൊക്കെ നല്ല തട്ടി ലെവലാക്കിയിട്ട് അതിലും ആവശ്യത്തിന് ഐസും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ യുവമാർക്ക് നല്ല വില കിട്ടും. മറ്റ് മീനുകളെ പോലെ അങ്ങാടും ഇങ്ങോട്ടും വില കുറഞ്ഞേക്കില്ല. അത്യാവശ്യം നല്ല വിലയും കാര്യങ്ങളൊക്കെ കിട്ടും. അതിന് ആവശ്യക്കാരുണ്ട്.
അങ്ങനെ സ്റ്റോറിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പെട്ടെന്ന് വലയും കാര്യങ്ങളും പിടിക്കേണ്ടി വന്ന്. അങ്ങനെ വൈകുന്നേരത്തെ മൂന്നാമത്തെ വലയും കാര്യങ്ങളും കയറണം. അപ്പം അതുപോലെ തന്നെ ബോർഡും റോപ്പും കാര്യങ്ങളൊക്കെ എല്ലാം കയറി വലയും കാര്യങ്ങളൊക്കെ പിടിച്ച് കയറ്റി എടുക്കേണ്ട. അപ്പോൾ ഇത്തിരി ചെറിയ ലോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പയ്യെ ചെറിയൊരു കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചേട്ടന്മാരെല്ലാവരും കൂടി ചേർന്ന് വലയൊക്കെ നല്ലപോലെ പിടിച്ചെടുക്കണം. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം. അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ അഭിപ്രായം ധൈര്യമായിട്ട് പറഞ്ഞോ. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതും പറഞ്ഞാൽ മാത്രമേ അടുത്ത വീഡിയോയിൽ ഇത്തിരി കൂടി മെച്ചപ്പെടുത്തി എനിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വലയ്ക്ക് വരുമ്പോൾ കുറച്ച് നീരാളിക്കുട്ടന്മാരൊക്കെ കുറച്ചല്ല കൂടുതലായിട്ടൊക്കെ ഒരു 3-4 നീരാളിക്കുട്ടന്മാരൊക്കെ കിട്ടിയിട്ടുണ്ട്. അവന്മാരെ കിട്ടണ പാടെ നേരെ നമ്മൾ പുറകിലോട്ടാണ് ഇട്ടേക്കണം. പിന്നെ ഏകദേശം ഇവന്മാർക്ക് അല്പം ജീവൻ മാത്രമേ ഉള്ളൂ. ഏകദേശം ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി അങ്ങനെ വലയും കാര്യങ്ങളും മൊത്തമായിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള കാഴ്ചകൾ ഇതേ കണ്ടോ. വല കയറി വരുമ്പോൾ എന്തൊക്കെയാണ് മീനൊക്കെ കിട്ടുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ ഈ വലയിലും വലിയ പ്രതീക്ഷ തരം മീനും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ ഒരു ജെല്ലി ഫിഷ് ഉണ്ട്. ഇതാണ് ആനച്ചൊറി എന്നൊക്കെ പറയും. ഇത് ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞാൽ ജെല്ലി പോലെ ഇരിക്കും. അതുപോലെ ഇത് ചൊറിയൂല. ഇത് വലിയ അപകടകാരികളൊന്നും അല്ല കേട്ടോ ഈ ജെല്ലി ഫിഷ്. ഇതിന് ആനച്ചൊറി എന്ന് പറഞ്ഞാൽ ജെല്ലി ഫിഷ് ഇനത്തിൽ ഏറ്റവും വലുത് ഇതാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് കിട്ടിയത്. പിന്നെ ഇതിൽ ഞണ്ട് കുറവാണ്. കുറച്ച് മീനും കോലാമീനും അതുപോലെ നീരാളിയൊക്കെ ഉണ്ട്. നീരാളിയൊക്കെ നല്ല വിലയും അതുപോലെ പുറത്തോട്ടൊക്കെ പോകും. വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ പോകും. നല്ല ഡിമാൻഡുള്ളതാണ്. ഇത് കടൽ സ്പോഞ്ചാണ്. അഥവാ കടൽ ചെടിയിലെ ഒരു ഇനം ചെടി. നമ്മൾ ഇതിനെ സ്പോഞ്ച് എന്നാണ് പറയുന്നത്. കടൽ സ്പോഞ്ച് എന്ന് പറയുന്നത് തൊട്ട് കഴിഞ്ഞാൽ വെറുതെ കീറി പോകും. എന്നാലും ഇതിന് ഉള്ളിലൊരു ജെല്ല് പോലത്തെ ഒരു മാംസവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ വൈകുന്നേരത്തെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കണം. വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും ചപ്പാത്തിയാണ് കേട്ടോ. അതായത് സഞ്ജയ് ഭായ് കൈ കൊണ്ട് ചപ്പാത്തി കുഴക്കുന്നുണ്ട്. നമ്മുടെ തെൻകടലാണ് അതേ ചപ്പാത്തി അത് ഉരുട്ടി കൊടുക്കേണ്ട. അപ്പോൾ ഭായി അവിടെ നിന്ന് പരത്തി വേഗം നമ്മൾ ചപ്പാത്തി റെഡിയാക്കിയാണ്. മഴക്ക് മുന്നേ പരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ചപ്പാത്തിയൊക്കെ കഴിക്കാം. പണിയൊക്കെ ഭയങ്കര മോശമാണ്. പക്ഷേ പിന്നീടുള്ള നമ്മുടെ ഇന്ന് 5-ാം ദിവസം വ്ളോഗാണ് ഞാൻ നിങ്ങളോട്ട് കാണിക്കുന്നത്. 6-ാം ദിവസം 7-ാം ദിവസമൊക്കെ കിടപ്പുണ്ട്. ആ സമയത്ത് നല്ല അടിപൊളി കിടിലൻ കറുപ്പേട്ടയും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ വൈകുന്നേരം നമ്മളത് ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബോട്ടിരിക്കണം. പുതിയ ബോട്ടായതുകൊണ്ട് അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും വേറെ വൈബാണ്. ഒരു വീടിനേക്കാളും സൂപ്പറാണ്. എടുത്ത് പുതിയ ബോട്ടിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം. അങ്ങനെ എല്ലാവരും ഇവിടെ നമ്മൾ വൈകുന്നേരം കിടന്നേക്കണ വിശ്രമവും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ രണ്ടുപേരും കിടന്ന് ഉറങ്ങുന്നുണ്ട്. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയൊക്കെ എല്ലാവരും എടുത്ത് രാത്രിയോടെ നമ്മൾ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങാൻ പോകണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.